ഹണി റോസിന്റെ യുദ്ധം ആർക്കെതിരെയാണ്? ഹണി റോസ് ഒഫീഷ്യലായി ബോച്ചയ്ക്കെതിരെയാണ് കേസ് കൊടുത്തതെങ്കിലും അതിന്റെ അമ്പ് പോയി കൊണ്ടത് ഒരുപാട് ഓൺലൈൻ ഷമ്മിമാർക്കാണ്. മലയാളത്തിലെ ഡിജിറ്റൽ സ്പേസ് ഹണി റോസിന് മുമ്പും അല്ലെങ്കിൽ അതിനുശേഷം എന്ന രീതിയിൽ ഇനി അറിയപ്പെടും. മുടി അഴിച്ചിടുന്നത്, ലിപ്സ്റ്റിക് ഇടുന്നത്, മേക്കപ്പ് ഇടുന്നത്, സാരി ഇടുന്നത്, ജീൻസ് ഇടുന്നത്, ടൈറ്റ്സ് ഇടുന്നത് ഒക്കെ നമ്മുടെ ഷമ്മിമാരെ ആകർഷിക്കാൻ വേണ്ടിയാണെന്നുള്ള മിഥ്യാധാരണ നമ്മുടെ ഷമ്മിമാർക്ക് തന്നെയുണ്ട്. ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളെയും പുരുഷന്മാരില്ലാത്ത ഒരു ഐലൻഡിൽ കൊണ്ടിട്ടാലും അവിടെയും ആ സ്ത്രീകൾ മേക്കപ്പ് ഇടുകയും ലിപ്സ്റ്റിക് ഇടുകയും തങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യും. കാരണം എന്തെന്ന് വെച്ചാൽ അത് അവരുടെ സെൽഫ് എക്സ്പ്രഷന്റെ ഭാഗമാണ്. നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നൊരു ഷെയിം സെൽസ് നമ്മുടെ ബ്രെയിനിലുണ്ട്. ചില മനുഷ്യർക്ക് അത് കൂടുതലാണ്, ചിലർക്ക് അത് കുറവാണ്. അത് മിക്ക സ്ത്രീകളിലും അത് കൂടുതലാണ്, പുരുഷന്മാരിൽ പൊതുവെ കുറവാണ്. ഡബിൾ മീനിങ് ജോക്സ് കേൾക്കുമ്പോൾ മിക്ക സ്ത്രീകളും സമൂഹത്തിൽ നിന്ന് നേരിടുന്ന ഷെയിം വിചാരിച്ച് ഒതുങ്ങിക്കൂടാറുണ്ട്. അതുപോലെ തന്നെ ഷെയിം സെൽ കുറവുള്ള അല്ലെങ്കിൽ മൊറാലിറ്റി ഇല്ലാത്ത ചില ആണുങ്ങളാണ് ഡബിൾ മീനിങ് ഓപ്പണായി പറയുന്നത്. ഇവിടെയാണ് ഹണി റോസ് നിയമത്തിന്റെ വഴിയെ മുന്നോട്ട് പോയത്. സൈബർ ബുള്ളിംഗ് നേരിടാത്ത ഒരു ആക്ട്രസും ഉണ്ടാവില്ല. ചിലർക്ക് അത് എല്ലാ കാലത്തും എല്ലാ സമയത്തും, ചിലർക്ക് അവർ ഡിജിറ്റൽ സ്പേസിൽ വരുമ്പോൾ മാത്രം. ഇവിടെ ചില എക്സാമ്പിൾസ് കാണാം. ആൻഡ്രി ട്വീറ്റ് എന്നൊരു ആണുങ്ങളുടെ പ്രവാചകൻ വന്നതിന് ശേഷമാണ് ഓൺലൈനിൽ ഡിജിറ്റൽ ഷമ്മിമാർ ലോകമൊട്ടുക്കും കൂടിയിട്ടുണ്ട്. ഇതിനർത്ഥം പണ്ട് എല്ലാം സ്വർഗരാജ്യമാണെന്നല്ല. പണ്ട് നമ്മുടെ കവലകളിലാണെങ്കിൽ ഗ്യാങ്ങായി കൂടി നിന്ന് പെണ്ണുങ്ങളെ കമന്റ് അടിക്കാറുണ്ട്. അതിനെതിരെ സിവിലൈസ്ഡ് പൊതുസമൂഹവും നിയമവും മുന്നോട്ട് വന്നതുകൊണ്ട് അത് കേരളത്തിൽ കുറഞ്ഞു. പിന്നെ സ്ത്രീകൾ നൈറ്റിലെ പബ്ലിക് സ്പേസിൽ തങ്ങളുടെ ഇടം പിടിച്ചു തുടങ്ങി. ഇതൊരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ ലക്ഷണമാണ്. അതുകൊണ്ടാണല്ലോ ന്യൂയോർക്കും പാരീസും ദുബായും ഒക്കെ സ്ത്രീകൾക്ക് പ്രിയങ്കരമാകുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ഡിജിറ്റൽ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് സ്പേസ് പോലെ തന്നെയാണ്. എന്നാൽ ഡിജിറ്റൽ സ്പേസിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവാണ്. വിമൻസ് ഓൺലി ഗ്രൂപ്പിലല്ലാതെ കോമൺ ഡിജിറ്റൽ ഗ്രൂപ്പ്സിൽ സ്ത്രീകൾ അധികം കമന്റ്സ് ചെയ്യാറില്ല. അതിന് പ്രധാന കാരണം ഡിജിറ്റൽ ഷമ്മിമാരുടെ സൈബർ ബുള്ളിയിങ് ആണ്. ആണുങ്ങളും പെണ്ണുങ്ങളും സൈബർ ബുള്ളിംഗ് നേരിടുന്നുണ്ടെങ്കിലും പെണ്ണുങ്ങളാണ് അതിന്റെ മേജർ ഇരകൾ. പുരുഷന്മാർ കൂടുതൽ സൈബർ ബുള്ളിംഗ് നേരിടുന്നത് അവരുടെ രാഷ്ട്രീയപരമായോ മതപരമായോ വിശ്വാസം മൂലമോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ മൂലം മാത്രമാണ്. പക്ഷേ സ്ത്രീകൾ മേജറായി നേരിടുന്ന സൈബർ ബുള്ളിംഗ് അവർ സ്ത്രീയായി ജനിച്ചത് കൊണ്ടും അവരുടെ ഫെമിനൈൻ ഗുണങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് മൂലമാണ്. സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ നേരിടുന്ന സൈബർ ബുള്ളിംഗ് മെയിൻലി മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ഡബിൾ മീനിങ് ജോക്സ്, രണ്ട് ബോഡി ഷേമിംഗ്, മൂന്ന് ഡ്രസ്സിംഗും ഗ്രൂമിങ്ങിനെ കുറിച്ചുള്ള കമന്റ്സ്. ഇതിൽ ആദ്യത്തേത് ഡബിൾ മീനിങ് ജോക്സ് ആണെങ്കിൽ അത് എക്സ്ക്ലൂസീവ്ലി സ്ത്രീകൾക്കെതിരെ ഉള്ളതാണ്. ആണുങ്ങൾക്കെതിരെ ഡബിൾ മീനിങ് ജോക്സ് ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. ചക്ക, മാങ്ങ, തേങ്ങ എന്നൊക്കെ പറയുന്ന ബോഡി ഷേമിംഗ് ഏറ്റവും കൂടുതൽ നേരിടുന്നത് പെണ്ണുങ്ങൾ തന്നെയാണ്. അവിടെ ആണുങ്ങൾ ബോഡി ഷേമിംഗ് നേരിടുന്നുണ്ടെങ്കിലും സ്ത്രീകളെ പോലെ ബോഡി ഓർഗൻസിനെ കുറിച്ചുള്ള ബോഡി ഷേമിംഗ് അല്ല പുരുഷന്മാർ നേരിടുന്നത്. ഡ്രസ്സിംഗിലും ഗ്രൂമിംഗിലും ആണുങ്ങളും പെണ്ണുങ്ങളും സൈബർ ബുള്ളിംഗ് നേരിടുമ്പോൾ തന്നെ ആണുങ്ങളുടെ ഡ്രസ് ചോയ്സും കളറും സ്റ്റാറ്റസും ഒക്കെയാണ് സൈബർ ബുള്ളിങ്ങിന്റെ പ്രധാന കാരണങ്ങളായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ പെണ്ണുങ്ങളുടെ ഡ്രസ്സിംഗിൽ അവരുടെ ജെൻഡർ, ക്യാരക്ടർ, റൈറ്റ് ടു ചോയ്സ് ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെയും പെണ്ണുങ്ങളുടെ ബോഡി ഓർഗൻസ് തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പൃഥ്വിരാജും ഉണ്ണി മുകുന്ദനും സൽമാൻ ഖാനും ഫിസിക്കൽ മെസ്ക്യുലിനിറ്റി പ്രദർശിപ്പിക്കുമ്പോൾ ആരാധകർ ആഘോഷിക്കാറുണ്ട്. മറിച്ച് ഫെമിനൈൻ ഫിസിക്കൽ ബ്യൂട്ടി പ്രദർശിക്കുമ്പോൾ മാത്രം എന്തിന് ഇത്ര കോലാഹലം? പുരുഷ മെസ്ക്യുലിനിറ്റിയുടെ ഗുണങ്ങളായ സ്ട്രെങ്ത്, ഇൻഡിപെൻഡൻസ്, കറേജ്, അസർട്ടീവ്നെസ്, അംബീഷൻ ഒക്കെ സൈബർ സ്പേസിലും സിനിമയിലും പൊളിറ്റിക്സിലും ആഘോഷിക്കപ്പെടുമ്പോൾ സ്ത്രീകളുടെ ഫെമിനൈൻ ഗുണങ്ങളായ എംപതി, ബ്യൂട്ടി, സെൻസിറ്റിവിറ്റി, കമ്പാഷൻ, ഗ്രേസ് ഒക്കെ സൈബർ ഇടങ്ങളിൽ ബുള്ളിയിങ്ങിന് ഇരയാകാറുണ്ട്. ആണുങ്ങൾ ഫെമിനൈൻ ക്വാളിറ്റീസ് ചെയ്യുമ്പോൾ ആഘോഷിക്കപ്പെടുമ്പോഴും പെണ്ണുങ്ങൾ മെസ്കുലൈൻ ക്വാളിറ്റീസ് ചെയ്യുമ്പോൾ ജെൻഡർ സ്പെസിഫിക് റോൾസ് തകർന്നു പോകുമെന്ന് ട്രഡീഷണൽ വാദികൾ വിലപിക്കാറുണ്ട്. വിമനും ഗ്രൂമിങ്ങും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് അവരുടെ DNA-യിലുള്ള ഒരു കാര്യമാണ്. അത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉള്ള കാലം തൊട്ട് തന്നെ മേക്കപ്പും ഐലൈനറും ഗ്രൂമിങ്ങും ഒക്കെ ഉണ്ട്. ഡിജിറ്റൽ സ്പേസ് എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാ സ്ഥലങ്ങളെയും പോലെ ഡിജിറ്റൽ സ്പേസിലും പെണ്ണുങ്ങളെ ഒതുക്കുന്നത് സൈബർ ബുള്ളിയിങ്ങിലൂടെയാണ്. ഡിജിറ്റൽ സ്പേസിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ ഒരു ആൺ ഗാന്ധിയോ മാർട്ടിൻ ലൂതർ കിങ്ങോ കയ്യിൽ കൊണ്ടുതരില്ല. അവർ ഇന്ദിരാഗാന്ധിയെ പോലെ, മലാലയെ പോലെ, സൈമൺ ഡി ബ്യോറിനെ പോലെ യുദ്ധം ചെയ്ത് നേടാനേ വഴിയുള്ളൂ എന്നാണ് ഇന്നത്തെ സമൂഹം വിളിച്ചു പറയുന്നത്. എല്ലാവരും സിനിമാ നടികളെ അറ്റാക്ക് ചെയ്യുന്നത് അവർ ഡിജിറ്റൽ സ്പേസ് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. പാർവതിയുടെയും WCCയുടെയും യുദ്ധം ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും ഫിസിക്കൽ വയലൻസിനും എതിരെയാണെങ്കിൽ ഹണി റോസിന്റെ യുദ്ധം ഡിജിറ്റൽ സ്പേസിൽ നിലനിൽക്കുന്ന സെക്സിസത്തിന് എതിരെയാണ്. സൈബർ ഇടത്തെ ഷമ്മിമാരെ കണ്ട് ഒരുപാട് പെണ്ണുങ്ങൾ കല്യാണമേ വേണ്ട എന്ന് തീരുമാനിച്ചുവെങ്കിലും ഹണി റോസിന്റെ ഈ യുദ്ധം ഒരുപാട് പെൺകുട്ടികളെ ഡിജിറ്റൽ സ്പേസിൽ ആക്റ്റീവാൻ സഹായിക്കും. ഹേമ കമ്മിറ്റി പോലെ പഴയ ഷമ്മിമാരെ തേടി പുതിയ കേസുകൾ ഇനി ഉണ്ടാവുമോ? കണ്ടറിഞ്ഞു തന്നെ കാണാം.